Friends, welcome to our channel, our world, our happiness. ഇന്ന് നമ്മൾ ചന്തയിൽ പോയപ്പോൾ നമുക്കിതാ ഇത്തിരി ഉള്ളിപ്പൂ കിട്ടി. എന്നാൽ ഇത് നമുക്കിന്നൊന്ന് കറി വയ്ക്കാം. ഇതാദ്യം തന്നെ 1 ഇഞ്ച് കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിന് ശേഷം ഇതിന് ഒരു പച്ച ചുവയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ച് ഒരിച്ചിരി എണ്ണ ഒഴിച്ച് അതിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ പച്ച മണം അങ്ങ് മാറും. അല്ലെങ്കിൽ ഉള്ളിപ്പൂ ആയതുകൊണ്ട് ഇതിൻ്റെ പച്ച ചുവ അങ്ങനെ നിൽക്കും. നമ്മളെല്ലാം കിട്ടുന്ന വഴറ്റി കഴിഞ്ഞ് ആ ചുവയൊക്കെ മാറും. കണ്ട, ഇതിപ്പോൾ നല്ലതായിട്ട് വഴന്ന് വന്ന് ഇതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ പാലിൽ തന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റാം. എണ്ണ ചൂടായി നമ്മളിനി ഉള്ളി വഴറ്റാൻ പോകുന്നത്. കുറച്ച് സവാള, ഒരു 3-4 സവാള അരിഞ്ഞ് വെച്ചേക്കും. അത് നമുക്കിനി വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമ്മൾ നല്ലതായിട്ട് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഇളക്കി ഇനി നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി ഇടണം. 2 വെളുത്തുള്ളി കൂടി ഇതിൻ്റെ അകത്ത് ചതച്ചിടണേ. ഈ ഉള്ളി നോക്കുമ്പോഴത്തേനും ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചങ്ങോട്ട് ഇടണം. മല്ലിപ്പൊടി ഇട്ട് നമ്മൾ ഇച്ചിരി ഇളക്കണം. അന്നേരം ആ മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഇങ്ങോട്ട് മാറും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുളക് പൊടി ഇടാൻ. ഇത്തിരി വേണ്ട, ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നമ്മൾ വഴറ്റി ഇച്ചിരി മുകൾ. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഗരം മസാലയും കൊടുക്കണം. ഇച്ചിരി ഗരം മസാലപ്പൊടി. ഇതൊന്ന് നോക്കട്ടെ, നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഇതെല്ലാം നല്ലതായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു 3 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം. നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നേരത്തെ നമ്മളൊന്ന് വാട്ടി വെച്ചിട്ടുള്ള ഈ ഉള്ളിയുടെ തണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇടാം. നമ്മുടെ ഉള്ളി ഇതെല്ലാം നല്ലതായിട്ട് വേണ്ട. നമ്മളിതൊരു കറിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് വേണം. അതുകൊണ്ട് ഇച്ചിരി പരിപ്പ്, സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. നല്ലതായിട്ട് വെന്ത സാമ്പാർ പരിപ്പ്. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ട് തിളച്ചിടണം. വേണ്ട, നമ്മുടെ കറി നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് തിളച്ച്, ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടതായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കൂടെ വേണം. നമുക്കൊരു ശകലം ഉപ്പ് കൂടി ഇടാം. ഇനി ഇതിൻ്റെ അകത്ത് മല്ലിയിലയും കൂടി ഇടാം. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറി എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു, ഞാൻ ചപ്പാത്തി ചുടാൻ പോയിക്കുമായിരുന്നു. ചപ്പാത്തിയും കൂട്ടി നമുക്ക് ഈ കറി കഴിക്കാം. നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് ഇനി വന്നിട്ടുണ്ട്, അവർക്കൊന്ന് കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. നല്ല കറിയാണോ മക്കളെ?